അതായത് ഈ മരപ്പെട്ടി മമ്മദിന്റെ പെങ്ങടെ മോനാണ് സുലൈമാൻ. ഇതോടി മരപ്പെട്ടി മമ്മദിന്റെ അനിയന്റെ മകനാണ് സുലൈമാൻ. അല്ലെന്ന് പെങ്ങടെ മോനാന്ന്. നീ തർക്കിക്കരുത്. നീ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന പറഞ്ഞത് അനിയന്റെ മോനാണ്. നിങ്ങളുടെ കൂടെ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ അനിയന്റെ മോനാവോ? ശരി, എന്നാ ഒരു പണി ചെയ്യും. നിന്റെ ബെഞ്ചലിന് ഇറങ്ങിയതാണല്ലോ, നീ അവനെ ഫോൺ വിളിച്ചേ സുലൈമാനെ. എന്റെ അവന്റെ നമ്പർ ഒന്നുമില്ല. ആഹാ, ബെഞ്ചലിന് ഉണ്ടാക്കി അവന്റെ ഫോൺ നമ്പർ ഇല്ലേ നിന്റെ? നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ നിങ്ങളിൽ എത്ര ഫോൺ ഉണ്ടായിരുന്നു? അതാ വേണ്ട, മരപ്പെട്ടി മമ്മനെ വിളി. മമ്മദിന് ഞാൻ വിളിക്കത്തില്ല, എനിക്ക് സമയമില്ല. നിങ്ങൾ വിളി. എന്തോന്നറിയ ഇത്? ഒരു പറയുന്നതിന്റെ ഒരു ലോജിക് ഒക്കെ വേണ്ടേ? ഞാൻ അറിയാവുന്ന കൊണ്ട് കൃത്യമായിട്ടാ പറഞ്ഞത്. മരപ്പെട്ടി മമ്മദ് സുലൈമാന്റെ കൊച്ചാപ്പയാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇവരുടെ കൊച്ചാപ്പയുടെയും ചിറ്റമ്മയുടെ ഒക്കെ കാര്യം പറഞ്ഞു തമ്മിത്തല്ലുണ്ടാക്കണ എന്തിനാണ്? അത് ശരിയാ, നമ്മൾ സംസാരിച്ച എന്തിനാ? അതെ, ഞാൻ ഒരു കാര്യം പ്രകാശോട് പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു. അതായത് മറ്റന്നാള് എന്റെ പെങ്ങടെ മോന്റെ പെണ്ണ് കാണലാണ്. പ്രകാശ് വരണം. എന്തോന്ന ഈ പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ഞാൻ എന്തിനിടെ വരുന്നത്? നിങ്ങൾ വീട്ടുകാർ പോയപ്പോര്? പ്രകാശ്, നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടാ. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. അതെനിക്കും അങ്ങനെ തന്നെ. നിന്റെ കുടുംബം എന്റെ കുടുംബം പോലെ തന്നെയാ അല്ലേ? അതെ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് നിങ്ങൾ വരണം. വരാല്ലേ? പിന്നെ വന്നൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് പ്രകാശ് നടത്തി തരാം. ഇങ്ങനെയാണെങ്കിലേ ജ്യേഷ്ഠനല്ല, സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് കല്യാണം നടത്തി. അത് മതി. ആ അച്ഛന്റെ സ്ഥാനത്ത് ഒരു കാര്യം കൂടെ പറയാം. പറഞ്ഞു. മരപ്പെട്ടി മമ്മദിന്റെ അനിയന്റെ മകനാണ് സുലൈമാൻ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പെങ്ങടെ മോനാണ് സുലൈമാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് വരത്തില്ലേ ഞാൻ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾ കാര്യം പറയുന്നത് പെങ്ങടെ മോനാണ് സുലൈമാൻ. വെറുതെ തർക്കിക്കല്ലേ വേണുകൂട്ടാ? നിങ്ങളാണ് കടന്ന് തർക്കിക്കുന്നത്. എന്റെ സ്വഭാവം നിനക്കറിയാലേ, കോച്ചിക്കളഞ്ഞു. വീട്ടിലൊരു നല്ല കാര്യം നടക്കണോണ്ട് ഞാനിപ്പോ ഇത് സമ്മതിച്ചു. സമ്മതിച്ചേ പറ്റൂ. അപ്പോ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ അനന്തരവന്റെ പെണ്ണ് കാണൽ ചടങ്ങ് ഞാൻ നടത്തി തരുന്നു. ഓക്കെ. അമ്മേ, ആദ്യം ഇങ്ങോട്ടേക്ക് വാ. അതെ, ഞാനൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ എനിക്ക് PTA മീറ്റിംഗ് ഉണ്ട്. നാളത്തെ മീറ്റിങ്ങിന് ഇന്നാണോടാ പറയല്? അത് ഞാൻ മറന്നുപോയി അമ്മേ. നീ 4 നേരം കഴിക്കാനൊന്നും മറക്കുന്നില്ലല്ലോ. അതൊരിക്കലില്ല. നിങ്ങൾ രണ്ടാളും വന്ന് ഞാനും നണക്കിടും ഇവരും നണക്കിടും. അല്ല, നിങ്ങൾ രണ്ടാളും വരണം, നിർബന്ധം. പക്ഷെ നീ പറയാതിരിക്കണമെങ്കിൽ എന്തോ കള്ളത്തരമുണ്ട്. ഒന്നെങ്കിലും നീ ക്ലാസ്സിൽ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്ക് എങ്ങാനും കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണി നോക്ക്, ഞാൻ വെറുതെ പറയാം. എനിക്ക് കുറെ കള്ളത്തരമുണ്ട്. കള്ളലക്ഷണം നിന്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. എന്നാ അത് തേച്ചൊരച്ച് കുടിക്കാത്തോണ്ടാ ഇങ്ങനെ ചൊറിയുന്നത്. തേച്ചരച്ച് കുളിക്കിച്ചില്ല. നിനക്കൊക്കെ തോന്നും അങ്ങനെ കുളിച്ചില്ല എന്നൊക്കെ. അയ്യോ അമ്മ, അതിനോട് ചൊറിയല്ല അമ്മ, അത് ഭക്ഷണമല്ലോ ഇളക്കുന്നില്ല. എന്തിനാ ഇത്? എന്നാ നീ എന്റെ പുറം ചൊറിഞ്ഞാടി. എനിക്ക് അതല്ലേ പണി. അയ്യോ, നിനക്കതല്ല പണി. അച്ഛമ്മേ, അച്ഛക്ക് പുറം ചൊറിയാണ്ടേ ഞാൻ നല്ല അസൽ സാധനം കൊണ്ടുവരാം. ഒരു നല്ല ടൂളാ. ടൂള് എന്നാ ഞാൻ പോയി വരെ. എങ്ങനെ കളത്തറില്ലാട്ടോ. ഇതെന്തോന്ന് അറിയാത്ത പിള്ള ചൊറിയും പറയുന്ന ആരോ പണ്ട് പറയുന്നത് ഞാൻ കേട്ടെ. ഞാൻ ചൊറിയിക്കാം കേട്ടാ. ഇന്നത്തെ കുളിക്ക് എന്നാ ചൊറിച്ചില്ലാടി. അരുവളക്കെടുത്തോണ്ട് നീ ഒരു ഗുണ്ടയാ. ഇവിടെ ചുമ്മാ ഇടയ്ക്ക് ചുമ്മാ ശല്യപ്പെടുത്തുന്ന. എന്ത് പറ്റി? എന്താ പ്രശ്നം? ഇവൻ ഇതൊക്കെ വെട്ടി നശിപ്പിക്കാൻ പോണു. എന്തിനാണ് നീ ഇതൊക്കെ വെട്ടുന്നത്? ആ ഞാൻ പറയാം. ഇവിടെ ഈ ചെടിയൊക്കെ ചുമ്മാ നമുക്കൊരു ഗുണമില്ല, ചുമ്മാ നിൽക്കുമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട്, ഇവിടെ കുറച്ച് കോവല്, അവിടെ കുറച്ച് തണ്ണിമത്തം വീട്ട് അങ്ങ് പടത്തി കയറ്റി അങ്ങ് വിടാന്ന്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതൊക്കെ. നിനക്ക് ഈ പാഷൻ ഫ്രൂട്ടും മറ്റേതൊക്കെ വയ്ക്കണമെങ്കിലേ നീ ഈ പറമ്പിൽ ഇത്ര സ്ഥലം കിടക്കുകയല്ലേ, എവിടെയെങ്കിലും കൊണ്ട് വേണം. അത് സൂര്യപ്രകാശം നേരെ ഇവിടെ അല്ലേ ഉള്ളൂ. സൂര്യപ്രകാശം അപ്പുറത്തൊക്കെ സൂര്യപ്രകാശം കുറെ ഉണ്ട്. നീ ചുമ്മാ കുറെ ചൊറിയാൻ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കൊണ്ട് എന്നതാ ഗുണം? അച്ഛന് കഴിക്കാമല്ലോ, ഷുഗർ ഉള്ളവർക്കല്ലേ കഴിക്കാം, അച്ഛനെയും കഴിക്കാൻ പറ്റും. ചുമ്മാ വേറൊരു നമ്പർ. ഇതൊന്നും വെട്ടിയിട്ട് നീ ഒന്നും ഇവിടെ വെക്കാൻ പോകുന്നില്ല. അത് എന്റെ തീരുമാനമാ. വേണമെങ്കിൽ ദേ അവിടെ ഞാനും കൊണ്ടുപോയി വെച്ചു. പറഞ്ഞ അനുസരിച്ചോണം. സഞ്ജു തോറ്റു, മതി ജയിച്ചു. സഞ്ജു അങ്ങനെ തോക്കാറൊന്നും ഇല്ലടി. പോടാ പോടാ പോടാ. സഞ്ജു അങ്ങനെ തോക്കുറന്നില്ല. ഞാനെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ മൊത്തം വെച്ച് പിടിപ്പിച്ച് നിനക്ക് ഒരു തേങ്ങ പൊടി ഒരു കോഴക്കട കോവന്നു തരൂ. നീ പുഴി തിന്നു. അവക്ക് കൊടുത്ത കുറച്ച് ഞാൻ തിന്നു എന്തോ ഒരു ചൊറിച്ചിലാ.
പുറം പൊട്ടിപ്പോണ ചൊറിച്ചില്. ഓ, എത്തത്തുമില്ല. എന്തുവാടാ ഇത്? അച്ഛമ്മയ്ക്ക് ചൊറിച്ചിലിന് വേണ്ടി ഒരു ടൂൾ എടുത്ത് വന്നതാ. എന്ത് ടൂലോ? ഇതാണ് ടൂള്. ഇത് ക്ലോസറ്റ് ഇടുന്ന ബ്രഷ് അല്ലേടാ? ആ അതന്നെ. ഇതുകൊണ്ടേ അച്ഛമ്മയ്ക്ക് പുറന്താ സുഖമായിട്ട് അത് എന്റെ അച്ഛനോട് കൊടുക്കാം. എന്റെ അച്ഛനല്ല അച്ഛമ്മ ചൊറിച്ചില്ല, അച്ഛമ്മക്കാ. ഇവനെ കൊണ്ട് പോടാ അവിടുന്ന്, അല്ലെങ്കിൽ പോടാ അവിടുന്ന്. എന്തുവാ? കൊണ്ട ക്ലോസറ്റ് ഇടുന്ന ബ്രഷും കൂടെ. ഓ ഇതൊന്നും പോരെങ്കിലേ. ഞാൻ വേണേ കത്തിയെടുത്ത് മാന്തി തരാം. നീ പോടാ പോടാ പോടാ. അഹങ്കാരം പിടിച്ച ചെറുക്കൻ. ഓ എന്തൊരു കടിയായത്. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. എനിക്കറിയാം. കാലെല്ലാം നല്ല വൃത്തി വരച്ച് കഴുകിക്കോ. നാളെ അപ്പുണ്ണിയുടെ PTA മീറ്റിങ്ങിന് പോണ്ടതാ. അപ്പുണ്ണിയുടെ മീറ്റിംഗാ? PTA മീറ്റിംഗ്. PTA മീറ്റിംഗിന് നീ അങ്ങോട്ട് പോയാൽ മതി. എനിക്ക് പോകാൻ പറ്റില്ല. എന്തേ? നാളെ ജില്ലാ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. നീ കൊച്ചിന്റെ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ പോയാൽ മതി. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടാവും, അത് ഞാൻ സൈൻ ചെയ്താലേ കിട്ടുള്ളൂ. ചിക്കിളിയുടെ കേസല്ലേ? അത് കുടുംബശ്രീയിലെ ഓരോരോ ആവശ്യങ്ങൾക്ക് തരുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് തരാനുള്ളതല്ല. എന്തോ ആയിക്കോട്ടെ, പൈസ ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ. നീ ധൈര്യമായിട്ട് പോക്കോളൂ. കുഞ്ഞിന്റെ PTA മീറ്റിങ്ങിന് ഞാൻ പോയിരിക്കും. ഇപ്പോഴെങ്കിലും ഒരു അച്ഛനായത്. ഇനി ഞാൻ നേരത്തെ തൊട്ടേ നല്ലൊരു അച്ഛനും ഭർത്താവും ഒക്കെയാണ്. നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെ, അത്രേ ഉള്ളൂ. എനിക്ക് അതൊന്നും കാണുന്നില്ലല്ലോ. അതെ, ഈ വലിയ ശരീരമായതുകൊണ്ട് പുറത്ത് കാണാതെ പോയതാ. തിരിച്ചറിയാത്ത സ്നേഹം മനസ്സിന്റെ ഒരു വിങ്ങലാണ് കുട്ടി. ഞാൻ നാളെ രാവിലെ അങ്ങ് പോകും, ഉറപ്പായിട്ട് പോണോ കേട്ടോ. നീ ധൈര്യമായിട്ട് പോകൂ, എപ്പോഴെങ്കിലും വന്നാൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഒരു 2000 രൂപയെങ്കിലും കിട്ടണം എന്റെ ഭഗവാനെ. ഇതെന്തിവിടെ എന്താടാ എന്റെ വീട് കുത്തിപ്പൊളിക്കുന്നോ? ഇവിടെ ഒരു പാഷനോട് തൈ നടാൻ വേണ്ടി അച്ഛമ്മ. ഇവിടെ നടാൻ പറ്റില്ല, പറ്റില്ല. അതെന്താ അച്ഛമ്മ, നല്ല കായെല്ലാം കിട്ടും. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ വീടൊരു ഹരിതഭംഗിയുള്ള വീടാക്കുമെന്ന് എന്റെ ഒരു മിഷൻ. നിന്റെ മിഷൻ വളർന്നിട്ടേ അതങ്ങ് പടന്ന് പന്തലിച്ച് അതിനകത്ത് നിറച്ച പുഴുക്കളാവും. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുക. പുഴുവൊന്നും വരത്തില്ല, ഞാൻ വളമൊക്കെ ഇട്ട് എല്ലാം അടിച്ച് ഞാൻ സെറ്റാക്കി നോക്കിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അച്ഛമ്മ സപ്പോർട്ട് ചെയ്യ അച്ഛമ്മ. ഇനി കളച്ചാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവേ. വളർന്നിട്ട് തൂമ്പേക്കാൻ എന്താണോ? അല്ലെങ്കിൽ തന്നെ ചൊറിഞ്ഞു മനുഷ്യൻ ഇവിടെ ആകെ ചൊറിച്ചില്ല. അത് കുളിച്ചാൽ മാറിക്കോളും ചൊറിച്ചിലൊക്കെ. നിന്റെ അമ്മ അതാ പറയുന്നത്, കുളിച്ചാൽ മാറും. ഞാൻ ആന കുളിക്കുന്ന പോലെ എന്നും കുളിക്കാറുള്ള. അവളെങ്ങനെയാ മേക്കപ്പ് കൂട്ടില്? എന്താണെങ്കിലും അമ്മ ഞാൻ കളയായി കേട്ടോ. അവന്റെ അമ്മ പറഞ്ഞപ്പോ അങ്ങോട്ട് സഹിച്ചില്ല. എടുത്തോണ്ട് പോടാ നിന്നോടാ പറഞ്ഞാൻ. അവന്റെ കുഴിക്കാൻ വന്നിരിക്കുന്നു എന്റെ വീട് കുത്തിപ്പൊളിക്കാനായിട്ട്. കണ്ടു മക്കളും കൊണ്ട് ഒരു തള്ളയെ കൊണ്ട് പറ്റിയ ഒരു മകനെ എനിക്ക് കിട്ടി. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ്, അയ്യോ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്തു. എന്നാളിയാ പ്രകാശി, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്നാ? പെങ്ങടെ മകന്റെ പെണ്ണ് കാണല് മറ്റന്നാളാന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അത് മാറിപ്പോയി, നാളെയാണ്. അതിനെന്താ കുഴപ്പമില്ലല്ലോ. നാളെയാണോ? നാളെ ആവട്ടെ, നമുക്ക് അടിച്ചു വിളിക്കാതെ. കുഴപ്പമില്ല. അപ്പൊ രാവിലെ തന്നെ പ്രകാശ് വീട്ടിലോട്ട് പോരെ, നമുക്ക് കൊല്ലം വരെ പോകണല്ലേ. ഡൺ, ധൈര്യമായിട്ട് പോയിക്കോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, എല്ലാം പറഞ്ഞ പോലെ. എന്താണ് എന്താ പറഞ്ഞ് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നാളെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നാളെ എന്ത് പ്രശ്നം? നാളെ നമ്മുടെ അപ്പുണ്ണി ഇല്ലേ, അവന്റെ സ്കൂളിലെ PTA മീറ്റിംഗാ. അതിന് ചേച്ചീനെ പറഞ്ഞുവിടെ. അയാളെ അത് ചേച്ചി ശരിയാവത്തില്ല. ചേച്ചിക്ക് വേറൊരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാനിത് കയറി ഏറ്റന്നേ. അപ്പുണ്ണിക്ക് ഇനിയും PTA മീറ്റിംഗ് വരുമല്ലോ. പെങ്ങടെ മോന്റെ പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇത് അതുകൊണ്ടല്ലെന്ന്, ഞാൻ അവിടെ പുഷ്പയുടെ കയറ്റുപോയി. കുടുംബകാലം ഉണ്ട് അവിടെ ഇറക്കാ. എന്റെ പ്രകാശം, നിങ്ങൾക്ക് വേണ്ടി വണ്ടിയിൽ ഒരു സീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടേക്കുവാണ്. അത് വല്ല കിളവന്മാര് വല്ല അമ്മാവനെ അമ്മായി പിടിച്ച് തിരുത്ത്. അമ്മാവനും അമ്മായിയൊക്കെ നിങ്ങൾക്ക് പകരാവോ പ്രകാശ്? നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം വെച്ചാണ് ഞാൻ ഈ പറയണത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. എന്താണ്? നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം തെറ്റിക്കണ്ട. ഉറപ്പിച്ചാ? ഞാൻ വരാം. അമ്മ ചിയേഴ്സ്. ചിയേഴ്സ്. പുഷ്പേ, നാളത്തെ നിന്റെ കുടുംബശ്രീ പരിപാടി ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ? അവന്റെ അപ്പുണ്ണിയുടെ PTA മീറ്റിങ്ങിന് നീ പോകേണ്ടി വരും.
അല്ല നിങ്ങളല്ലേ എന്നോട് കുറച്ചു നേരത്തെ ഞാൻ പോവാന്ന് പറഞ്ഞത്. അത് അന്നേരം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അല്ല അത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇത് പ്രശ്നം വേറൊന്നുമല്ല. അന്നേരം ഞാനത് സമ്മതിച്ചെങ്കിലും എനിക്കിപ്പോ വേറൊരു ആവശ്യമുണ്ട്. എന്താ? അപ്പൂനെക്കാട്ടി വലിയ ആവശ്യം എന്താ? അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ആ പുണ്യേക്കാളും വലുതാണോ നിനക്ക് നിന്റെ കുടുംബശ്രീയൊക്കെ? അല്ല എനിക്ക് എന്റെ മോൻ തന്നെയാ വലുത്. ഉറപ്പാണേ? ആ അത് ഉറപ്പല്ലേ. അപ്പൊ നീ നാളെ PTA മീറ്റിങ്ങിന് പോകും. ആ ഞാൻ പോവാം. പക്ഷെ നിങ്ങളും എന്റെ കൂടെ വരണം. അയ്യോ എനിക്ക് പറ്റത്തില്ല. എന്തേ? അതല്ലേ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം. നമ്മുടെ വേണുക്കുട്ടന്റെ പെങ്ങളുടെ മകന്റെ നമ്മുടെ വേണുക്കുട്ടനല്ല നിങ്ങളുടെ. ബാക്കി പറ. അവന്റെ പെങ്ങളുടെ മകന്റെ പെണ്ണ് കാണാൻ ചടങ്ങാ. ഞാൻ ചെല്ലാൻ നേരത്തെ ഏറ്റുപോയതാ. നീ മറന്നുപോയി. നീ ഡേറ്റിന്റെ എനിക്ക് അപ്പോഴേ തോന്നി അവൻ ഊച്ചാലി വേണുക്കുട്ടനെ എല്ലാത്തിനും കാരണം. നീ എന്നെ കുറ്റം പറഞ്ഞോ? അവനെ കുറ്റം പറയല്ലേ? ഞാൻ പറയും. അവന്റെ ഒരു കോമാളി മീശയും ഒരു കള്ളച്ചിരിയും. വേണ്ട, അത് വേണ്ട, അത് വിട്ടുപിടി. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അവനോട് ഫോൺ ചെയ്ത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അവനെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ വിവരം അറിയും. എന്നാ വിവരം അറിയിക്കാൻ നിങ്ങൾ എന്റെ പിറകെ ഇങ്ങ് വാ. അതാ നല്ലത്. എന്നെ തോപ്പിക്കാൻ അങ്ങനെ ഇപ്പൊ ആരും വിചാരിക്കണ്ട. വീട്ടിൽ സ്ഥലയിൽ എന്തോ സർക്കാരിന്റെ ഭൂമി ഉണ്ടല്ലോ, ഇവിടെ ഒക്കെ നട്ട് ഇതൊക്കെ മുളച്ച് വൈറലാകുമ്പം എല്ലാം എന്റെ പുറകെ വരും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരും. ഇതെന്താ പരിപാടി ഇവിടെ? ചേട്ടാ ഇവിടെ പാഷൻ ഫ്രൂട്ട് നടാൻ വേണ്ടി. ഇവിടെയാ? ആ ഇതിന്റെ ചോട്ടിൽ തന്നെ. ഇതേ പാഷൻ ഫ്രൂട്ട് നിന്റെ വീട്ടിൽ പോയി നട്ടാ മതി. അയ്യോ ചേട്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്കും ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അല്ലേ ഇത് പറിച്ച് തിന്നാലോ. നീ നാട്ടുകാരും ഇതൊന്നും നോക്കണ്ട കേട്ടാ. നിങ്ങൾ എന്താ ചേട്ടായി പറയുന്നത്? ഞാൻ ഈ വിത്തൊക്കെ ഇട്ട് ഇവിടെ ഇതൊക്കെ മുളച്ച് കയറി ഈ പോസിന്റെ മണ്ണായിക്കോടെല്ലാം വന്ന് ഇവിടെ അങ്ങ് പടർന്ന് പന്തലിക്കും. നമുക്കൊക്കെ ഓരോന്നൊക്കെ മരത്തിലേക്ക് തിന്നാന്ന്. എടാ നിനക്ക് പന്തലിട്ട് കളിക്കാനുള്ള ഈ KCB ലൈൻ. നിങ്ങൾ എന്താ ചേട്ടാ ഈ മുട ഉണ്ടാക്കുന്നത്? ചുമ്മാ കൺട്രി നാട്ടുകാർ. എടാ മര്യാദക്കല്ലേ ഞാൻ KCB പോലീസിനെ അറിയിക്കും. നിന്നെ എടുത്ത് തൂക്കിയെടുത്തിട്ട് പോര്. ചേട്ടാ ഇപ്പൊ ഞാൻ കാരണം ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാവും, ഹരിത വിപ്ലവം. ചേട്ടന് വേണേ പങ്കാളി ആയിരിക്കും. എടാ മര്യാദക്ക് നിങ്ങൾ സ്ഥലത്തല്ല പിന്നെന്താ എത്ര ഷോ ഇവിടെ പറ്റില്ല. ഇത് ആൾക്കാർക്ക് ലൈന് വെളിച്ചം കാണാൻ വേണ്ടി ഇങ്ങനെ കുറിയൊക്കെ തൊട്ടപ്പോ ഞാൻ നല്ല മനുഷ്യനാണ്. നിങ്ങൾ വെറും തറ. അത്ര കൂലി തൊടാൻ മാത്രമല്ല. വേണുക്കുട്ടനെ വിളിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ വിളിക്കും. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഫോണിൽ വിളിക്കാൻ പറ്റും നിങ്ങളുടെ സമ്മതം എന്തിനാ എനിക്ക്? അമ്മ അച്ഛൻ വേണുങ്ങളുടെ കൂടെ പൊക്കോട്ടെ. അച്ഛൻ അങ്ങനെ വേണുങ്ങളുടെ കൂടെ പോകാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് കുടുംബശ്രീ മീറ്റിംഗിന് പോകാനുള്ളതാ. അതിന് നിന്നോട് ആരും ചോദിച്ചില്ലല്ലോ. എന്നെ PTA മീറ്റിംഗ് ആരും വരണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഇല്ല, അച്ഛനും അമ്മ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പൊക്കോ. ഞാൻ അവന്റെ PTA മീറ്റിംഗിന് പൊക്കോളാം. അതിനെ പോവാൻ വേണ്ടിട്ടേ സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് അല്ല, പേരന്റ്സ് മീറ്റിംഗാ. നിന്നോട് ആരും ചോദിച്ചാ? ഞാൻ അമ്മ പറയേണ്ട മറുപടി തന്നെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഒന്ന് പോടി അവിടുന്ന്. ഒരു അമ്മയും മോളും വന്നിരിക്കുന്നു. ആ മൊബൈലും കൊണ്ടുവന്നേ. എന്റെ മൊബൈൽ പൊട്ടിപ്പോവേ. അയ്യോ മൊബൈൽ ആടി. വേണ്ട. നിർത്തടി. എടാ ഈ വഴക്കൊക്കെ ഗേറ്റിന് പുറത്ത് മതി. ഇവിടെ വേണ്ട കേട്ടോ. ഉന്തും പിളും തള്ളുമൊക്കെ കൂടെ. ഞാനെന്ത് ചെയ്തു? ഓ ഒന്നും ചെയ്തേ. എടാ ഇവക്ക് വട്ടാടാ. വട്ട എനിക്കല്ല, നിങ്ങളെ മോനാന്ന്. നല്ല അടി കിട്ടാത്തതിന്റെ വട്ട്. അമ്മ വിഷയം എന്താണെന്നറിയോ? എനിക്ക് നാളെ വേണുക്കുട്ടന്റെ പെങ്ങളുടെ മകന്റെ പെണ്ണ് കാണൽ ചടങ്ങിനൊന്ന് പോകണം. ഞാൻ നേരത്തെ ഏറ്റുപോയതാ. അതിനെന്തിനാ നീ പോണത്? അമ്മ അതിന് വിവരം ബോധമുള്ള ആരും ഇല്ലെന്ന് അവന്റെ വീട്ടില്. അവരുടെ ബന്ധുക്കളായിട്ട് ആരും ഇല്ല ഇവിടെ. അവൻ ആരെയും വിശ്വാസമില്ല. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ വേണുക്കുട്ടനും തമ്മിലുള്ള ബന്ധം എന്താ നമുക്ക് അറിയാവുന്നതല്ലേ. അതിനാ ഈ ഭ്രാന്തി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ അറിയാതെ അങ്ങനെയാണെങ്കിൽ അമ്മ അപ്പൂണ്ടി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? അച്ഛമ്മ ഞാൻ പറയാം. ഞാൻ പണയണ്ട. എന്റെ മതുമോള് പറയും. ഇതെന്താണ് എപ്പോ നോക്കിയാലും മതുമോളിരിക്കുന്നത്? എനിക്കത് നാവില്ല, ഞാൻ പറയും. എന്നാ പറയും. അച്ഛമ്മ നാളെ അച്ഛന് പെണ്ണ് കാണാൻ പോണം. അച്ഛനെ വീണ്ടും പെണ്ണ് കാണിക്കാൻ കൊണ്ടാ? ഇക്കണക്കിന് പോയാ അവനെ ഞാൻ വേറെ കെട്ടിക്കും. ഇനി നിങ്ങൾ പറയാ അങ്ങ് കെട്ടിക്കും. ഞാൻ കെട്ടിക്കൂടി, ഞാൻ കെട്ടിക്കും. എന്റെ മോനെ വീണ്ടും കെട്ടിക്കും. എന്റെ പൊന്നോ, അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അച്ഛമ്മ നാളെ വേണുക്കുട്ടൻ അങ്കിളിന്റെ റിലേറ്റീവിന്റെ പെണ്ണ് കാണുന്ന അച്ഛന് പോണം. അമ്മയ്ക്കാണെങ്കിൽ കുടുംബശ്രീ മീറ്റിങ്ങിനും, ദൈവന്റെ സ്കൂളാണെങ്കിൽ PTA മീറ്റിംഗ്. ഇവിടെ പോവാൻ ആര് പോകുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പൊക്കോളാന്നേ. അത് വന്ന് ശരിയാവത്തില്ല. അതെന്താടാ? എന്റെ കെട്ടിപ്പിന് വല്ല കുറവുണ്ടോ? അച്ഛമ്മേ അതല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കും. അതെ അച്ഛനും അമ്മയും നിങ്ങളുടെ ആവശ്യത്തിന് പൊക്കോ. ഞാൻ അവന്റെ PTA മീറ്റിങ്ങിന് പൊക്കോളാം. ഞാൻ അവന്റെ ചേച്ചിയല്ലേ. ആഹാ, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ ചേച്ചിയില്ല. എനിക്കെന്താ പൊക്കൂടെ? അത് വേണ്ട, ഞാൻ പൊക്കോളാം.
എടാ പ്രകാശ, ഞാൻ പോയാൽ എന്താ കുഴപ്പമൊന്നും എനിക്കൊന്നും അറിയണമല്ലോ. ഞാൻ പോയിക്കോളാം. അച്ഛമ്മ പോണത് അവന് ഇഷ്ടല്ല. ഞാൻ പൊക്കോളാം, ഞാൻ അവന്റെ ചേച്ചിയല്ലേ. എന്റെ ചേച്ചി പോണത് അവന് ഇഷ്ടമൊന്നുമില്ല. ഞാൻ പൊക്കോളാം. എന്നാര് പറഞ്ഞു? ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം. നിങ്ങൾ രണ്ടുപേരും പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പൊക്കോളാം. അച്ഛൻ ഞാൻ പൊക്കോളാം ഇവരോട് പറ അച്ഛാ. അച്ഛൻ പറ്റൂല അച്ഛാ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? ആരും വരണ്ട. ഇതൊരു സ്വൈരല്ലാത്ത കുടുംബം. എടി എടി, ഇവിടുത്തെ കുടുംബാംഗം ഞാനാ. ഞാൻ പൊക്കോളാം കേട്ടോ. പൊക്കോ. അച്ഛമ്മ, ഞാൻ അവന്റെ ചേച്ചിയാ. ഞാൻ പൊക്കോളാം. പക്ഷെ ഇതെന്താണിത്? ഞാൻ കുറെ നേരമായിട്ട് പറയല്ലേ ഞാൻ പൊക്കോളാന്ന്. വേണ്ട. ഇവിടെ ആരെവിടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ ഞാൻ വേണുക്കുട്ടന്റെ കൂടെ പോവാൻ സമ്മതിക്കില്ല. ഞാൻ പോകും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോകും. എന്നാ പിന്നെ നിങ്ങളൊന്ന് പോയി കാണിക്കേ. ആ, ഞാൻ പോകും. അതന്നെയല്ലേ കാണേണ്ടത്? ഞാൻ പോകും. അതന്നെ എനിക്കും ഉറപ്പായിട്ടും ഞാൻ കാണേണ്ടത്. പോകും. എന്റെ വാശിയത് ഞാൻ പോകും. അച്ഛനെ കാണിക്കുന്നോട്ടും ശരിയല്ല. എന്ത്? എന്റെ ആവശ്യത്തിന് എന്റെ ഷർട്ടും മുണ്ടും ഒക്കെ തേക്കുന്നതാണ്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എപ്പോഴും ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി തുള്ളിയുള്ള പോകില്ലേ, അത് ശരിയല്ലെന്നാ പറഞ്ഞു. ഡേ നീ ജനിക്കുന്നതിന് മുമ്പോട്ട് ഞാൻ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ് ഉള്ളത്. അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ഓടും, ചിലപ്പോൾ നടക്കും. നീ എന്നെ ഉപദേശിക്കാറൊന്നും ആയിട്ടില്ല കേട്ടല്ലോ. അച്ഛനെയൊക്കെ ഞാൻ എന്തിനു ഉപദേശിക്കണം? ആ പ്രായം കഴിഞ്ഞു പോയില്ലേ? അക്കാര്യത്തിൽ ബോധ്യമുണ്ടല്ലോ. എന്നാൽ എനിക്ക് നിന്നെ ഉപദേശിക്കാനുള്ള പ്രായമേ നിനക്കായിട്ടുള്ളൂ. അതുകൊണ്ട് പറയാ, മര്യാദയ്ക്ക് വെക്കോ. വിട്ടുപോ. ഞാൻ മര്യാദയ്ക്ക് പൊക്കോളാം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഞങ്ങൾക്ക് എന്ത് കാര്യമാ ചോദിച്ചറിയാനുള്ളത്? അച്ഛന് ഞങ്ങളോ എഴുതും അതോ വേണോട്ട് ഞങ്ങളോ എഴുതും? നിനക്ക് സൗകര്യം ഇടോ അതിന് ഉത്തരം പറയാൻ? എന്റെ അടുത്ത് ഉത്തരവൊന്നും പറയണ്ട, പക്ഷെ അമ്മയോടെ ഉത്തരം പറയേണ്ടി വരും. നിന്റെ അമ്മ മൈസൺ എന്നോട് ചോദ്യം ചോദിക്കാൻ. മൈസേട്ട കായിന്ന് വരും. ചോവിട്ട് ഞാൻ എല്ലൊടിക്കും. പോയേ, ഇനി ഇവിടെ ഈ തേപ്പൊട്ടി നിന്റെ മോതക്കകത്തി. എന്റെ മോനെ എങ്ങോട്ടേക്കോ? നിന്റെ പുണ്യ വട്ടാണോ? പിള്ളേരും കൊള്ളാം. വേറൊരു കാര്യം പറയട്ടെ. എന്തോന്ന് പറയാൻ? അല്ല, അച്ഛൻ ഇപ്പൊ വേണക്കൂട്ടിനെ വില എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇങ്ങനെ തന്നെ അമ്മയുടെ അടുത്ത് പറയാൻ പോവാ. വേണക്കുട്ടനാ വരുന്ന ഇപ്പൊ പറഞ്ഞടാ. ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ എനിക്ക് സൗകര്യമില്ല പറയാൻ ഞാൻ പറഞ്ഞത്. കള്ളം പറയൂടാ നീയൊക്കെ. എന്താ അമ്മ സത്യം പഠിക്കണം. എന്നാ അമ്മ വിളിച്ചോണ്ടേ വരാ. നിന്റെ അമ്മ ആരോടാ? എന്തായാലും അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. അച്ഛൻ അതാ വലുതെങ്കിൽ അച്ഛൻ പൊക്കും. അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അമ്മയ്ക്ക് പിന്നെ കുടുംബശ്രീക്ക് പോകുന്ന പോലെ തന്നെയാ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നു. അമ്മ കുടുംബശ്രീക്ക് വെക്കാൻ നമുക്ക് എന്തെങ്കിലും കിട്ടും ഇങ്ങോട്ട്. അച്ഛൻ വെക്കാൻ ഞാൻ എന്തോ കിട്ടും? എടാ നിനക്ക് കൂട്ടുകാരില്ലടാ മണ്ട. നീ പഠിച്ചോണ്ടിരിക്കല്ലേ, നിനക്ക് കൂട്ടുകാരില്ലേ? നിന്റെ കൂട്ടുകാരൊരു ആവശ്യത്തിന് നിന്നെ വിളിച്ച നീ പോവോ ഇല്ലയോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ വേണക്കൂട്ടനെ പോലാണ്. അവരൊക്കെ നല്ല ഫ്രണ്ട്സ്. ഈ വേണുക്കുട്ടനല്ല, വേണുക്കുട്ടൻ അങ്കളോ. വേണക്കൂട്ടൻ അങ്കിളിനെ പോലൊന്നും അല്ല എന്റെ കൂട്ടുകാരൊന്നും. എന്താ കാര്യം? എടാ എനിക്ക് വേണുക്കുട്ടൻ എന്റെ ഇന്റിമേറ്റ് സുഹൃത്താടാ. നിനക്ക് നിന്റെ കൂട്ടുകാരെ പോലെ തന്നെ എനിക്ക് അവൻ. ഈ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞു മീച്ചയെ പറ്റി ഇങ്ങനെ വന്ന് അച്ഛനെ കൊണ്ട വഴിയിലെല്ലാം ചാടിക്കുന്ന ഞാൻ കാണാറുണ്ട് എല്ലാ കാര്യങ്ങളും. മണ്ട, മരമണ്ട, മീശ വെച്ചിട്ടാണോ ആളെ അളക്കുന്നത്? അപ്പൊ നീ പറയുമല്ലോടോ ഈ മറ്റേ ചാർലി ചാപ്ലിൻ ഏറ്റവും മണ്ടനാണെന്ന്. ഈ ഇങ്ങനത്തെ മീശയല്ലേ വെച്ചോണ്ടിരുന്നത്? ഹിറ്റ്ലർ ഇങ്ങനത്തെ മീശയല്ലേ വെച്ചത്? അവരൊക്കെ മണ്ടന്മാരായിട്ടാണല്ലോ പൊട്ട വയ്ക്കുന്നത്. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ല. അവരെല്ലാം വെച്ച് വൻകൊണ്ടനെ കമ്പയർ ചെയ്യുക. നാണുണ്ടോ അച്ഛാ? എന്തോ കൈവശം കെട്ടിട്ടുണ്ട് അച്ഛനെ വൻകൊണ്ടുണ്ടായി. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യത്തിന് തേപ്പൊട്ടി അവിടെ വെക്ക്. തേപ്പൊട്ടി അവിടെ. നിന്നെയൊക്കെ മര്യാദയ്ക്ക് തേപ്പൊട്ടി തേച്ച് വളർത്തേണ്ടതായിരുന്നു. ഇതിപ്പോ അത് ചെയ്യാതെ കൊഞ്ചിച്ചതിന്റെ കുഴപ്പം. ഇതൊക്കെ ഇപ്പൊ അമ്മ തേച്ച് തന്നെ മൊത്തം ചുടുക. വേണ്ട, നിന്റെ അമ്മ തേച്ച് ഉണ്ടാക്കി തരണ്ട. എനിക്കറിയാൻ തേക്കാൻ. കയ്യും കാലും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം. എന്തായാലും പോയിട്ട് വരുമ്പോ ഇവിടെ ആരെങ്കിലും ഒരാൾ ജീവിക്കുക. എന്തെങ്കിലും കൊല നടക്കും ഉറപ്പ്. ഞാൻ പോണം. കൊല വാഴക്കൊലയാ നടക്കാൻ പോണത്. കാണാം. നടക്കാം. ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. നല്ല ബിസ്ക്കറ്റ്. നിന്റെ PTA മീറ്റിങ്ങിന് ഞാനും കൂടെ വന്ന എന്താ കുഴപ്പം? അതെ, എൻ്റെ സ്കൂൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതുകൊണ്ട് അച്ഛമ്മ പറയലും ഇംഗ്ലീഷിലും ചോദിക്കലും ഇംഗ്ലീഷിലായിരിക്കണം. അപ്പൊ നിന്റെ ടീച്ചർമാർക്ക് ആർക്കും മലയാളം ഒന്നും അറിയത്തില്ലേ? മലയാളം അറിയാം, പക്ഷെ അവരൊക്കെ വലിയ പത്രാസ് ആൾക്കാരാ. അതുകൊണ്ട് ഫുൾ ഇംഗ്ലീഷാ. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് പോയാൽ മതി. ആൻ്റെ അപ്പ അങ്ങനത്തെ ഒരു വർത്താനം. ഇനി ഞാൻ അവിടെ വന്ന് നാണം കടണ്ട. അത് അവരൊക്കെ എന്നോട് വല്ല ഇംഗ്ലീഷിൽ ചോദിക്കും. പിന്നെ എനിക്കൊന്നും അറിയാൻ മേലാതെ നിനക്കും അത് നാണക്കാടാവും. വേണ്ട. അത് കറക്റ്റാ. അതുകൊണ്ട് അച്ഛമ്മ വരാതെ ഇരിക്കുന്നതാ നല്ലത്. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷൊക്കെ വല്ലതും പറയൂടോ അവിടെ?
അച്ഛനത്ര ഇംഗ്ലീഷ് അറിയാത്തോണ്ടേ മിസ് ഒരു ചോദ്യം ചോദിക്കുമ്പോ അല്ലെ എന്തെങ്കിലും പറയാന്ന് വെച്ചാലേ ഞാൻ അച്ഛൻ യോ യോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞ നന്നായി. മക്കളാ ബിസ്ക്കറ്റ് മുഴുവൻ തിന്നു കേട്ടോ. അതങ്ങനെ മുഴുവൻ തിന്നണ്ട കേട്ടോ. എന്നെ ഇംഗ്ലീഷ് ട്രാപ്പിൽ അച്ഛമ്മ വീണു. ആ വേണുക്കുട്ടന്റെ അകന്ന ബന്ധത്തിൽ പെണ്ണ് കാണാൻ പോയ ഇവരെന്താ അവന്റെ അമ്മാവനോ? എന്തെല്ലാം ഒരു ഉടായ്പുണ്ട്. അതന്നെ വേറെ എന്തെന്ന്. എടി കൃഷ്ണ, എന്തോടാ? നമ്മുടെ അച്ഛൻ എന്തോ അടി ഇങ്ങനായി പോയത്? അറിയില്ലടാ, നീ അമ്മയടുത്ത് ചോദിക്ക്. അതാ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചാ പോരെ? അമ്മേ, PTA കാര്യത്തിൽ ഫുൾ സപ്പോർട്ടും ഞങ്ങൾ അമ്മയുടെ ഒപ്പം തന്നെ ആയിരിക്കും. അതെ, ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമോ? ഓഹോ, അമ്മയും മക്കളും കൂടെ അച്ഛനെ ഒതുക്കാനുള്ള പ്ലാൻ ആണല്ലേ? നീ ഇപ്പൊ എന്തോ ചെയ്യൂടി? ഞാൻ എന്തോ ചെയ്യും? നീ എന്തോ കാണിക്കാനാ? എന്താണോ നിനക്ക്? നാളെ അച്ഛൻ വേണുങ്ങളുടെ കൂടെ പോയിരിക്കും. പോകത്തില്ല. പോവും. ഇല്ല. മാറിക്കേ. അമ്മ, അച്ഛൻ്റെ അടുത്ത് കളിക്കരുതെന്ന് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത് കേട്ടാ. എനിക്ക് എന്റെ സ്വഭാവം അറിയോ? എങ്കിലും ഇറങ്ങിപ്പോക്കോ. ഞാൻ അവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അമ്മ അവിടെ ഇറങ്ങിപ്പോക്കോ. അമ്മ സ്നേഹബന്ധത്തിന് വില കൽപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനെ പോകാൻ സമ്മതിക്കണം. സ്നേഹബന്ധം ഫസ്റ്റ് കുടുംബത്തിനാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ ഇപ്പൊ സ്നേഹത്തിന് എന്തൊരു കുറവ്? വേണുങ്ങൾ നമ്മുടെ സ്വന്തം ആളായതുകൊണ്ടല്ലേ അച്ഛനും കൂടെ കൊണ്ടുപോകണമെന്ന് പറയണത്. എനിക്ക് ഇഷ്ടം പോലെ കുടുംബക്കാരുണ്ട്. ഞാൻ പുറത്തുനിന്ന് വിലക്കെടുക്കുന്നില്ല. നാളെ അച്ഛൻ വേണുങ്ങളുടെ കൂടെ പോയില്ലെങ്കിൽ ഞാൻ ഈ കിണറ്റിന് 50 ബക്കറ്റ് വെള്ളം കോരും. പോയി കഴിഞ്ഞാൽ 2 എണ്ണം കൂടെ കോരണം. ഓക്കെ ആണോ? അമ്മേ, എന്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ അമ്മയുടെ സൈഡ് അമ്മ പേടിക്കണ്ട. അതെ, ഞങ്ങൾ മാത്രം അമ്മയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്റെ കൂടെ ആരും നിൽക്കൊന്നും വേണ്ട.